ആദർശ് മീരയുടെ മനസ്സ് മനസ്സിലാക്കുന്നത് വലിയ കാര്യം തന്നെ. അങ്ങനെ മനസ്സിലാക്കി മീരയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ആദർശ് ശ്രമിക്കുന്നുണ്ട്. ആദർശ് ജയിലിലായപ്പോഴും കുഴപ്പമൊന്നും സംഭവിക്കാതെ തിരിച്ചു വരുമെന്നും സത്യം തെളിയുമെന്നും മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അഭിരാമി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴും മാധവി മാഡം അഭിരാമിക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിയപ്പോഴും മീരയുടെ വിവാഹം നടത്തിയതിൽ ഞാനൊരു എടുത്തുചാട്ടം കാണിച്ചോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. എല്ലാം തികഞ്ഞൊരു ബന്ധമൊന്നും ആർക്കും ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാം പെർഫെക്റ്റ് ആയ ഒരു സിറ്റുവേഷനും ആർക്കും ഒരിക്കലും കിട്ടുകയില്ല. ഉള്ള സാഹചര്യങ്ങളെ നമ്മൾ അനുകൂലമാക്കിയെടുക്കുക, പറ്റാത്തതിനെ വിട്ടുകളയുക. അങ്ങനെയുള്ളവർക്കേ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രതിസന്ധിയിലും പകച്ചു നിന്നു പോവുകയേ ഉള്ളൂ. ശരിയാ. എന്നാലും മകൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തിയതാവുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ കാരണം ദുരിതത്തിലായി എന്നൊരു കുറ്റബോധം അലട്ടില്ലേ? എനിക്ക് മനസ്സിലായി. എന്തായാലും മീരയുടെ കാര്യത്തിൽ അത്തരം ഒരു പേടിയുടെ ആവശ്യമില്ല. ആദർശ് നല്ലൊരാളാ. ഇത്രയും സ്നേഹവും പരിഗണനയൊക്കെ മീരയ്ക്ക് കൊടുക്കുന്ന ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. ഹരി, ആദർശം മീരയും വന്ന സമയത്ത് ധന്യ ആവശ്യമില്ലാത്തൊരു പണിയൊപ്പിച്ചു. എന്താ അത്? സംസാരിച്ചു വന്ന കൂട്ടത്തില് കമ്പനിയുടെ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് സബ് കോൺട്രാക്റ്റ് തരുന്ന രീതിയിൽ സംസാരിച്ചു. ധന്യ ആദർശിനോട് അങ്ങനെയൊക്കെ പറയൂന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ അതൊക്കെ സംസാരിക്കാത്ത രീതിയിൽ തടഞ്ഞേനെ. ആദർശ് എന്തു പറഞ്ഞു? ആദർശ് അതൊക്കെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. സബ് കോൺട്രാക്റ്റിൻ്റെ കാര്യം ആലോചിക്കാമെന്നും പറഞ്ഞു. അതപ്പം നന്നായല്ലോ. അതെ, എന്നാലും നമ്മൾ ബന്ധുക്കളായതുകൊണ്ട് മാത്രം കമ്പനിയുടെ പോളിസികൾ മാറ്റുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ആദർശ് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് കൊണ്ടാണ് മനോജിന് വർക്ക് തരാമെന്ന് പറഞ്ഞത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നാലും എനിക്ക് മനസ്സിലെന്തോ ഒരു മടിയുണ്ട്. ധന്യ അങ്ങനെ ചോദിച്ച് വാങ്ങിയതിൻ്റെ ഒരു വിമ്മിഷ്ടം അത് മനസ്സിലുണ്ടാവും. അതാണ് ഒരു നെഗറ്റീവ് ഫീൽ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും ബന്ധുക്കൾക്കിടയിലെ പണമിടപാടുകൾ ചില സമയത്ത് പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അത് ബന്ധങ്ങളെ കൂടി ബാധിക്കും. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്ന മനസ്സുമായി ഇറങ്ങിത്തിരിക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഹരി പറഞ്ഞത് ശരിയാ. ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. പണത്തിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ ആദർശിൻ്റെയും മഹാദേവൻ്റെ ഇടയിൽ അകൽച്ചകൾ സൃഷ്ടിച്ചത്. ആ വൈരാഗ്യത്തിൻ്റെ മൂർച്ച അവരെ എവിടെ എത്തിച്ചു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതെ, ബന്ധുക്കൾ ശത്രുക്കളാവാൻ അധിക സമയമൊന്നും വേണ്ട. അതിന് കാരണങ്ങൾ പെട്ടെന്നുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് എന്തും ചെയ്യാവൂ. ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. അല്ലെങ്കിലും ആദർശിൻ്റെ കമ്പനിയിൽ നിന്ന് വർക്കെടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ലല്ലോ. ഇതിപ്പോൾ ധന്യ അങ്ങനെ പറഞ്ഞപ്പോൾ ആദർശ് സമ്മതിച്ചതുകൊണ്ട് വന്ന സംഭവമല്ലേ. ഏതായാലും പ്രപ്പോസൽ വരുമ്പോൾ തീരുമാനം എടുക്കാം. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോയെന്ന് തോന്നിയാൽ വേണ്ടെന്ന് വെക്കാം. അതെ, അതാണ് നല്ലത്. അമ്മേ, മോനും മരുമോളും വരുന്നുണ്ട്. എന്നെ ഓഫീസിൽ വെച്ച് അപമാനിച്ചതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് അവര് റൂമിലേക്ക് പോയാൽ മതി. നമുക്ക് പിന്നെ സംസാരിച്ച പോരെ? പോരാ, ഇപ്പൊ തന്നെ സംസാരിക്കണം. അമ്മ ഇങ്ങോട്ട് വന്നേ. വാ, ചോദിക്കാമേ. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിനക്കറിയില്ലേ? എന്താ ആദർശ, എന്തൊക്കെ ഇവള് പറയുന്നേ? എന്താ ചെയ്തതെന്ന് പോലും മനസ്സിലാക്കാനുള്ള വിവരം ഒക്കെ ഇല്ല. പിന്നെ ഞാനെന്ത് പറയാനാ? പല ടെൻഡറുകൾക്കും കൂടിയ എമൗണ്ടിൽ കൊട്ടേഷൻ കൊടുക്കുക. 3-4 പെൻഡിംഗ് ബില്ലുകൾക്ക് സാവകാശം ചോദിച്ചു വന്ന മെയിലുകൾ വായിച്ചു പോലും നോക്കാതെ അപ്രൂവൽ കൊടുക്കുക. അങ്ങനെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബിയുടെ രീതി എന്താണെന്ന് അമ്മയ്ക്കറിയാവോ? ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ വലിയ തിരക്ക് ഭാവിച്ച് സ്റ്റാഫുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുക.
അതെന്താണെന്ന് വായിച്ചൊന്നും നോക്കില്ല. എല്ലാം മനസ്സിലായതുപോലെ വെറുതെ ജാട കാണിച്ചിരിക്കും. മീരയെ മാറ്റിയിട്ട് കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വന്തം തലയിൽ എടുത്തു വെച്ചത് നീ തന്നെയല്ലേ? അപ്പൊ അത് ചെയ്യാനുള്ള അറിവും കഴിവും ഉണ്ടോന്ന് ഒരു സ്വയം വിലയിരുത്തലെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു. അബിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ കൈയുടെ ചൂടറിഞ്ഞാന്. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെ തല്ലണോന്നാണോ? നിനക്കിനി എന്നെ തല്ലണോ? എന്നാ തല്ലടാ. അത് കാണുമ്പോ നിന്റെ ഭാര്യയ്ക്ക് സന്തോഷാവുമല്ലോ. അതിനു വേണ്ടിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? ദേ അബി, എന്റെ നിയന്ത്രണം കളയിക്കരുത്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട്. അതിന്റെ ഇടയിൽ ഇതുകൂടെ താങ്ങാൻ വയ്യ. നീ ചെയ്തു വെച്ചതിന്റെ ഒക്കെ ഭാരം ഞാൻ വേണം താങ്ങാൻ. അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ ഇനി എത്ര നാൾ സമയം എടുക്കുമെന്നറിയോ? ആദർശമായിട്ട് ടെൻഷൻ ആവാതെ അതൊക്കെ നമുക്ക് ശരിയാക്കാം. പെട്ടെന്ന് അവിടെ വെച്ച് സംസാരം ഉണ്ടായതിന്റെ വിഷമത്തിൽ അഭിചേച്ചി എന്തോ പറഞ്ഞെന്നേ ഉള്ളൂ. അത് കളഞ്ഞേക്ക്. ദേ അമ്മ കേട്ടല്ലോ, നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ മീര പറയുന്നത് കേട്ടല്ലോ. നമ്മൾ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, വെറുതെ പറയുന്നതെന്നല്ലേ അവൾ പറഞ്ഞതിന്റെ അർത്ഥം. മീര ഞാൻ ടെൻഷൻ ആവാതിരിക്കാൻ അഭിയെ ന്യായീകരിച്ച് സംസാരിച്ചതാ. ഒരു ന്യായീകരണം. ഒരേ വാക്കുകളെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒരാൾ പറയുന്ന എല്ലാത്തിനും നെഗറ്റീവായ അർത്ഥങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തു പറയാൻ പറ്റും? അഭിദേശത്തിൽ നിൽക്കുന്നത് കൊണ്ട് മീരയുടെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാണ്. ഇത് തെറ്റിദ്ധാരണയൊന്നും അല്ലമ്മേ. അഭിക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്. വെറുതെ ഈ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണം. അത് കാണുമ്പോൾ ഒരു മനസുഖം. ഇതൊക്കെ മാനസിക രോഗങ്ങളുടെ ലക്ഷണമാണ്. ഉടനെ ഡോക്ടറെ കണ്ടാൽ പരിഹരിക്കാൻ പറ്റും. അമ്മേ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് വട്ടാണെന്നല്ലേ? രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ആവശ്യമില്ലാത്ത രീതിയിലാ സംസാരങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാനും നിങ്ങൾക്ക് ഒരു കുറവും വരാതിരിക്കാനുമാണ് ഞാനും ദേവേട്ടനും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് ഈ കമ്പനി സ്വത്തുക്കളും എല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് നിങ്ങൾക്കിപ്പൊ കഴിച്ചത് എല്ലിനിടയിൽ കുത്തുന്നത് പോലെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കണം അല്ലേ? അമ്മേ, അവള് ചെയ്ത തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? അബിക്ക് കമ്പനിയെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് നിനക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ അവൾ എടുത്തിയാടി ചെയ്യുന്നുണ്ട്. അത് നിനക്ക് ക്ഷമിക്കാവുന്ന കാര്യമാണ്. ഞാനത് ക്ഷമിച്ചതുകൊണ്ടാണല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ വീണ്ടും അതെടുത്തിട്ടതും വഴക്കുണ്ടാക്കിയതും ഇപ്പൊ അവളല്ലേ? പിന്നെ അമ്മ കമ്പനിയിൽ പോയി ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ ജയിലിലായിരുന്ന സമയത്ത് കമ്പനി പോകാനോ ബിസിനസ് നോക്കാനോ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊക്കെ വിട്ടേക്ക്. ഇപ്പൊ നീ തിരിച്ചു വന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്നു വീണ ഒരു കഷ്ടകാലം അവസാനിച്ചെന്ന് കരുതുക. ആ സമയത്ത് പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ദേഷ്യം വരുമ്പോൾ അപ്പോഴത്തെ ആവേശത്തിന് പലതും നമ്മൾ വിളിച്ചു പറയും. അതൊക്കെ മനസ്സിൽ കിടന്നാൽ പിന്നെ അത് വളർന്ന് വലിയ മുറിവുകളായി മാറും. നിങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. രണ്ടുപേരും അതിരുവിട്ട് പറഞ്ഞതെല്ലാം പരസ്പരം മറക്കണം. ഇനി ഇതും പറഞ്ഞിവിടെ ഒരു വഴക്കം ഉണ്ടാവരുത്. ഞാനൊരു വഴക്കിനും വരുന്നില്ല, കമ്പനിയിലും വരുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. അതിന് അഭിയോട് ആദർശേ, അവയെ തടയാൻ ഇപ്പൊ ശ്രമിക്കണ്ട. അവളുടെ തീരുമാനം എന്താണോ അതുപോലെ നടക്കട്ടെ. മോളെന്താ ഒന്നും പറയാത്തത്? അമ്മ പറഞ്ഞതാ ശരി, അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിലും മീരയായിട്ട് എന്തെങ്കിലും ആദർശേ, സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയ. പറയാനുള്ളത് പറഞ്ഞിട്ട് അറിയാതെ പറഞ്ഞതാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. മീര, ഭഗവാനെ, എന്റെ വീട്ടിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നേ?
ഹരിയേട്ടൻ മനോജിനെ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഞാൻ മനോജിനെ കണ്ടിരുന്നു. എന്താ ബീനെ? അല്ല, മീരയും ആദർശും അവിടെ ചെന്നതിന്റെ വിശേഷം എന്തെങ്കിലും പറഞ്ഞോന്നറിയാനാ. ആ, അവർ ചെന്നപ്പോൾ ഉണ്ടായ വിശേഷം പറയാനാ മനോജ് എന്നെ കാണാൻ വന്നത്. അതെന്താ അങ്ങനെ ഒരു വിശേഷം? ഹരിയേട്ടനെ നേരിട്ട് വന്നു കണ്ട് പറയാൻ മാത്രം വലിയ സംഭവം ഉണ്ടായോ? ആദർശിന്റെ കമ്പനിയിൽ മനോജ് സബ് കോൺട്രാക്ട് എടുക്കാൻ പോവാ. അതിൽ എന്റെ അഭിപ്രായം ചോദിക്കാനാ മനോജ് വന്നത്. സബ് കോൺട്രാക്ടോ? അതെ, മനോജിനും കൺസ്ട്രക്ഷൻ ബിസിനസ് തന്നെയല്ലേ. അപ്പോ ആദർശിന്റെ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് മനോജിന് പ്രയോജനം ചെയ്യുമല്ലോ. അതെ അതെ, പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും ധന്യ വിട്ടുകളയില്ലല്ലോ. എന്നാലും ആദർശ് എന്തിനാ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പോയത്? ആദർശമായിട്ട് പറഞ്ഞതല്ല, ധന്യ ആദർശിനോട് ആവശ്യപ്പെട്ടാണെന്നാ മനോജ് പറഞ്ഞത്. പിന്നെ ഇത് കേട്ടപ്പോ ആദർശിന് എതിരൊന്നും ഉണ്ടായില്ല. ആദ്യമായി അവർ വീട്ടിൽ ചെന്നപ്പോ ധന്യ ഇങ്ങനൊരു കാര്യം ചോദിച്ചത് മനോജിന് വലിയ സങ്കടമായി. ആ വിഷമം മനോജ് എന്നോട് പറഞ്ഞു. അല്ലെങ്കിലും ആ ധന്യക്ക് നാണമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആദർശിനോട് ചോദിക്കൂ? അവൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ മീരയും ആദർശം അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ താല്പര്യം കാണിക്കാതിരുന്നത്. ധന്യ അങ്ങനെ ചോദിച്ചാല് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ ബിസിനസ് ഷെയർ ചെയ്യുന്നത് മനോജിന് ഹെൽപ്പ് ആവുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതല്ലേ. ഹരിയേട്ടന് കാര്യത്തിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. ബന്ധങ്ങൾക്കിടയിലേക്ക് ബിസിനസ് കയറ്റിയ അത് ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ധന്യയെ പോലെ ഒരാളുമായിട്ട് ഒരു ഇടപാടിനും പോവാത്തതാ നല്ലത്. ഹരിയേട്ടന് ഇതിനു മാത്രം ആലോചിക്കാനൊന്നുമില്ല. ഇത് വേണ്ടാന്ന് മീരയെ വിളിച്ച് പറയും. മീര ആദർശനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ഇനി എങ്ങനെയാ ബിന അങ്ങനെ വിളിച്ച് പറയുന്നത്? ധന്യ ആദർശിനോട് നേരിട്ട് സംസാരിച്ചപ്പോ ആദർശ് താല്പര്യം പറഞ്ഞതാ. ഇനി അത് മാറ്റി പറയുന്നത് മാന്യതയല്ല. എന്റെ ഹരിയേട്ടാ, ധന്യെ പോലെ ഉള്ളവരോട് ഇത്രയൊക്കെ മാന്യത മതി. ഹരിയേട്ടൻ അവരോട് ഈ കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയൊന്നും അവർക്ക് ഹരിയേട്ടനോടില്ല. മനോജിനും അമ്മയ്ക്കും എന്നോടുള്ള സ്നേഹം ബീന പറയാതെ തന്നെ എനിക്കറിയാം. ഞാൻ അവരിലൂടെയാണ് ബീനെ പോലും കണ്ടതെന്ന കാര്യം മറക്കണ്ട. ഓ, അല്ലെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോ നിങ്ങൾ എല്ലാരും സ്വന്തക്കാരും ഞാൻ പുറമേ കാര്യമാണല്ലോ. ഹരിയേട്ടൻ എന്നോടുള്ളതിനേക്കാളും സ്നേഹം അവരോടൊക്കെയാ. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട ബീനെ. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. വേണ്ട ഹരിയേട്ടാ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഹരിയേട്ടനെ സ്നേഹിക്കുന്നതിന്റെ 100-1 പോലും ഹരിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ മനോജിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്. ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ടും ഹരിയേട്ടനായിട്ട് എന്നോട് വന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതിന് ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് മനോജും ആദർശം തമ്മിലുള്ള കാര്യമാണ്. ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ ഞാനത് ബീനയോട് പറയുന്നത്? കണ്ടോ, അപ്പോ മറന്നതല്ല, മനഃപൂർവ്വം പറയാതിരുന്ന തന്നെയാ. അല്ലെങ്കിലും ഹരിയേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. മീരെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എന്നെ വിവാഹം കഴിച്ചതല്ലേ. ഹരിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും മായം മാത്രോ? അതെനിക്കറിയാം. ബീനയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറയുന്നത്? വിവാഹം കഴിച്ചത് മീരയ്ക്ക് വേണ്ടി തന്നെയാന്ന് കരുതി ബീനയ്ക്ക് തരേണ്ട പ്രാധാന്യമെല്ലാം ഞാൻ എല്ലാ അർത്ഥത്തിലും തന്നിട്ടുണ്ട്. പിന്നെ മായ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതെന്റെ മരണം വരെ ഉണ്ടാവുകയും ചെയ്യും. ശരി, അത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ മായെപ്പോലെ മായയുടെ വീട്ടുകാരെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താ? ബീനെ, നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ല. ആകെ ഉള്ളത് മനോജും കുടുംബവും തന്നെയാ. അത് മറക്കണ്ട ബീന. അതിന് നമുക്ക് പ്രായം മുന്നോട്ടാ പോകുന്നത്. നാളെ മീരയ്ക്കോ സൂരജിനോ ഒരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ടത് മനോജും മക്കളും ഒക്കെ തന്നെയാ. ഇപ്പൊ തന്നെ ആദർശന്റെ കാര്യത്തില് കുട്ടികൾ ഒന്നിച്ചിരുന്നതിന്റെ പ്രയോജനം ബീനയും കണ്ടതല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാരും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോണം. അതൊക്കെ ശരിയാ. വിശാല് മീരയുടെ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ കൂലിയല്ലേ ധന്യ ഇപ്പൊ ആവശ്യപ്പെട്ടത്.
ആർക്കു വേണ്ടി എന്ത് ചെയ്താലും അതിൽ നിന്ന് ഒരു ലാഭം ധന്യ ഉണ്ടാക്കിയിരിക്കും. അതെ, അത് അവളുടെ ഒരു സ്വഭാവോ. ഈ ധന്യയെ ഹരിയേട്ടനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം, അത് മറക്കണ്ട. അതെ, ബീനോട് തർക്കിക്കാൻ ഞാനില്ല. ബീനയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യേ. അഭിചേച്ചിയോട് അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു. ഞാനല്ലല്ലോ മീര തുടങ്ങിയത്. ആദർശയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ തെറ്റൊന്നുമില്ല. പക്ഷേ അഭിചേച്ചിയുടെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? അതെനിക്കറിയാവുന്നതുകൊണ്ട് ഇതുവരെ ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ ഒരു തമാശയായിട്ട് എടുത്തിരുന്നത്, ഒന്നും കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഇളവ് കാണിക്കും തോറും അഭിയുടെ സ്വഭാവം കൂടുതൽ കൂടുതൽ വഷളാവുക. അങ്ങനെയൊന്നും പറയാതെ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിട്ടും എന്നൊരു ചിന്ത അഭിചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെയല്ല മീര വേണ്ടത്. തെറ്റ് പറ്റിയത് അവക്ക. തിരുത്താൻ നോക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് അവളെ ശ്രമിക്കുന്നത്. ഈ സ്വഭാവം പ്രോത്സാഹിപ്പിച്ച നാളെ അവൾക്ക് തന്നെ ഒരു ദോഷം ചെയ്യും. എന്നും ഞാനോ അമ്മയോ അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവില്ലല്ലോ. അഭിയും വിഘ്നേഷും മാത്രമായിട്ടുള്ള ജീവിതം അവൾക്കുണ്ടാവുന്ന സമയത്ത് ഈ സ്വഭാവം അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആദർശേട്ടൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാ. പക്ഷേ അഭിചേച്ചി അതിനെ മനസ്സിലാക്കുന്നത് വേറൊരർത്ഥത്തിലാ. അതാ കുഴപ്പം. അഭിചേച്ചിയുടെ കണ്ണില് ഞാനാ ചേച്ചിയുടെ ശത്രു. എന്തിനെന്നോട് ഈ ദേഷ്യമെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിന്റെ പിന്നിൽ ഞാനാണെന്ന ധാരണ ചേച്ചിക്ക്. അതെനിക്കറിയാം മീര. എന്ന് കരുതി അവൾ ചെയ്യുന്ന എല്ലാത്തിനും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ മിണ്ടാതിരുന്നാൽ അഭി നിന്നെ കൂടുതൽ ദ്രോഹിക്കുകയുള്ളൂ. അതൊന്നും ആദർശേട്ടൻ കാര്യാക്കണ്ട. ചേച്ചി എന്നോട് എന്ത് പറഞ്ഞാലും അതൊന്നും ഞാൻ കാര്യാക്കില്ല. അതും എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അഭിക്കും അറിയാം. അതുകൊണ്ട് കൂടിയാ ഓരോ നിസ്സാര കാര്യത്തിനും മീരയോട് അവളെ വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഞാനെന്ന അഭിയുടെ സഹോദരൻ മാത്രമല്ല, മീരയുടെ ഭർത്താവ് കൂടിയാ. ഭാര്യയെ മനസ്സിലാക്കിയ കൂടെ നിൽക്കേണ്ടത് എന്റെ കടമയാ. പക്ഷേ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുമ്പോ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ അമ്മയെപ്പോലെ സ്വാധീനിച്ച് അവൾ വരുതിയിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ അന്ന് ഞാനില്ലാത്ത സമയം മീരയോടൊന്ന് പറഞ്ഞു വിട്ടത്. അന്നമ്മ ചെയ്തതിനെല്ലാം പിന്നിൽ അഭിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കഴിഞ്ഞില്ല ആദർശേട്ടാ. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പോലും അതൊക്കെ കളഞ്ഞു. മീര എനിക്കറിയാം. ആർക്കും എതിരായിട്ട് താൻ ഒന്നും ചെയ്യില്ല. പക്ഷെ തൻ്റെ ഈ സ്വഭാവം തനിക്ക് ദോഷം ചെയ്യും. എതിർത്ത് സംസാരിക്കേണ്ടടുത്ത് എതിർത്ത് സംസാരിക്കുക തന്നെ വേണം. ആരോടും മത്സരിക്കാനോ ജയിക്കാനോ എനിക്ക് താല്പര്യമില്ല. പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ ഒന്നുണ്ട് മീര. ഇപ്പൊ അഭിക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് വീട്ടുകാര്യത്തിലായിരുന്നെങ്കിൽ അത് കണ്ടില്ല എന്ന് വെക്കാം. പക്ഷെ ഓഫീസ് കാര്യങ്ങളിൽ അങ്ങനെയല്ല. കമ്പനിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് ബാധിക്കാൻ പോകുന്നത് വലിയ രീതിയിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന തെറ്റുകൾ തിരുത്തുക തന്നെ വേണം. തന്നെ തോൽപ്പിക്കാനും തൻ്റെ മുന്നിൽ ആളാവാനും വേണ്ടി അവൾ ഇനി അബദ്ധത്തെ ചെന്ന് ചാടാൻ പാടില്ല. അതുകൊണ്ടാ അവളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ അത് മനസ്സിൽ പക പോലെ വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആദർശൻ ഇനി ഇതൊന്നും മനസ്സിലിട്ട് ടെൻഷൻ അടിക്കണ്ട. അഭിചേച്ചിയുടെ പെരുമാറ്റം ആദർശേട്ടന് നന്നായിട്ട് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്ഥാനം കൊണ്ട് എൻ്റെ ചേച്ചിയാണെങ്കിലും ഒരു അനുജത്തിയെ നോക്കുന്ന പോലെയാ ഞാൻ അഭിയുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായെന്നുള്ളത് സത്യമാണ്. എനിക്കും അത് തോന്നി. ചേച്ചിയുടെ സ്വഭാവം നമ്മളല്ലേ മനസ്സിലാക്കേണ്ടേ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്ക്. പക്ഷെ അമ്മ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അഭിയെ സപ്പോർട്ട് ചെയ്യണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് കാര്യത്തിലും ആരുടെയും ഭാഗം നിൽക്കാതെ ശരിയുടെ ഭാഗത്ത് മാത്രം നിന്ന് സംസാരിച്ചിരുന്ന ആളായിരുന്നു അമ്മ. ആ അമ്മയെപ്പോലും അഭി മാറ്റിയെടുത്തു. അത് സൂക്ഷിക്കണം. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ
നാളെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിയെന്ന് വരാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ടെൻഷൻ ആവാതെ സമാധാനത്തോടെ ഇരിക്കുക.